ഹായ്, എല്ലാവർക്കും ദുബായ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ബാജിയാണ് ഉണ്ടാക്കുന്നത്, പൊട്ടാറ്റോ ബാജി. അപ്പം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഓക്കെ, എന്നതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ. ഓക്കെ, സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ ഇത് പൊട്ടാറ്റോ ഞാൻ ഓൾറെഡി അടുപ്പത്ത് വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് വെന്തതിന് ശേഷം മാറ്റി വെക്കണം, വെള്ളം ഒഴിവാക്കിയിട്ട്. ഓക്കെ, കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി ഇടുക, വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിന് ശേഷം അടിപൊളിയായിട്ട് വഴറ്റിയെടുത്ത് കടുക് ഇട്ട് പൊട്ടിച്ചതാണേ. അപ്പം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടിപൊളിയായതിന് ശേഷം പിന്നെ നോക്കിയപ്പം നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇട്ടു കേട്ടോ. എന്നിട്ട് അതും കൂടി യോജിപ്പിച്ച് അടിപൊളിയായിട്ട് വഴറ്റിയെടുക്കുക. കണ്ടീഷനാക്കി വഴറ്റിയെടുത്തതിന് ശേഷം ഓക്കെ ഒന്ന് അതായതിന് ഉഷാറായതിന് ശേഷം നമുക്ക് എന്താക്കാം, ഇത് വെന്ത് വന്നാൽ കുറച്ച് മഞ്ഞളാണ് ഉണ്ട്, മഞ്ഞളിട്ടൊന്ന് കുറച്ച് മഞ്ഞളിടുക. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് അടിപൊളിയായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം എല്ലാം കൂടിയായിട്ടാണ് നമ്മൾ പിന്നെ പൊട്ടാറ്റോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പൊട്ടാറ്റോ ഇടും കേട്ടോ. വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ച് വെച്ച പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങിട്ട് ഉടച്ചെടുക്കണം ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ നല്ലോണം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങിട്ടു. ഒക്കെ നല്ലോണം ഉടച്ചെടുക്കുന്നതാണ്. നല്ല കണ്ടീഷനായിട്ട് ഉടച്ചെടുക്കുക. സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം അടിപൊളിയായിട്ടുള്ള ബാജി റെഡി ആയിരിക്കും ഇപ്പം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു 2 മിനിറ്റ്. ഓക്കെ, ഒന്ന് കംപ്ലീറ്റ് ഒന്ന് ഉടച്ചെടുക്കുക നന്നായിട്ട്. ഓക്കെ, ഉടച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, കണ്ടീഷനായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടിപൊളിയായിട്ട് ഫുൾ ഉടച്ചതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റി മിക്സ് ചെയ്ത് കണ്ടീഷനായിട്ട് എടുക്കുക. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് പൊട്ടാറ്റോ ബാജി റെഡി ആയിരിക്കും. ഇത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പൊട്ടാറ്റോ വേവുന്നൊരു പണി മാത്രമേ ഉള്ളൂ. ഉള്ളി, കുറച്ച് ഇഞ്ചിയും അരിയണം, ബസ്, വേറെ ഒരു പരിപാടിയില്ല. കുറച്ച് പച്ചമുളകും, അപ്പം കറിവേപ്പിലയും കുറച്ച് കൂടുതൽ എടുത്തിട്ടാൽ കുറച്ച് ടേസ്റ്റ് ആയിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. അപ്പം നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത് ഉടച്ചെടുത്ത് കണ്ടീഷനായ ശേഷം ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത് കുറച്ചൊന്ന് വഴറ്റി എടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പം ഫ്ലെയിം വളരെ കുറച്ച് ലോയിലാന്ന് വെക്കുക കേട്ടോ. തീ വളരെ ലോയിൽ വെക്കാം. ഫ്ലെയിം കുറച്ച് റെഡിയാക്കി അടിപൊളിയാണ്, നല്ല ബാജി റെഡി. അപ്പോൾ നിങ്ങൾക്ക് പൂരി, ചപ്പാത്തി, പൊറോട്ട ഇത് 3 അടിപൊളി കോമ്പിനേഷൻ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ബാജി റെഡി. ഓക്കെ, പൂരി, പൊറോട്ട, ചപ്പാത്തി അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം നൗഷാദിൻ്റെ ബാജി റെഡി. അടിപൊളി ബാജിയാണ്, ബെസ്റ്റ് ബാജിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പ് ലൈറ്റായിട്ട് ഇടാം കേട്ടോ. അപ്പം ബാജിക്കടി റെഡി. ഓക്കെ, ട്രൈ ചെയ്യൂ.